എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെന്നില്ല. ഇബാദത്തുകൾ സ്വീകരിക്കാനുള്ള പ്രധാന നിബന്ധന അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ആകാശലോകത്ത് നിന്ന് വഹി മുഖേന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ സുന്ദരമായ ദീൻ, അതിലെന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ ലഭിക്കുമെന്ന് കൃത്യമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബറാഅത്ത് നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബറാഅത്ത് നോമ്പ് നോറ്റിട്ടില്ല. അത്തരത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും വഈഫാണ്, മൗലു ആണെന്ന് കൃത്യമായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതൊന്നില്ലെങ്കിൽ ദുർബലമാണ്, അല്ലെങ്കിൽ കടത്തിക്കൂട്ടിയതാണ്, സ്വഹീഹല്ല. സമസ്തയിലെ പണ്ഡിതനായിട്ടുള്ള കണ്ണിയത്ത് മുസ്ലിയാർ അദ്ദേഹം പറയുന്ന കാര്യം കൂടി നിങ്ങൾ നോക്കുക. ബറാത്ത് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹദീസുകളും ദുർബലമാണ്, അല്ലെങ്കിൽ കടത്തിക്കൂട്ടിയതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഒരു നോമ്പ് സ്വഹീഹല്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം ആരെങ്കിലും മതത്തിൽ കടത്തിൽ കൂട്ടിയാൽ റസൂൽ പറഞ്ഞ എന്താ ഫഹുവ റദ്ദുൻ, അത് തള്ളണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഈ ഒരു നോമ്പ് റസൂൽ നോറ്റിട്ടില്ല, അത് നമ്മൾ നോക്കാൻ പാടില്ല. ഇനിയിപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് മാസങ്ങളെക്കാട്ടിലും ഷാബാനിൽ ഒരുപാട് നോമ്പ് നോറ്റിട്ടുണ്ടെന്ന് സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും തിങ്കളും വ്യാഴം അല്ലെങ്കിൽ ഒന്നിടവിട്ട് അല്ലെങ്കിൽ അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അതിന് യാതൊരു പ്രശ്നമില്ല, അത് സുന്നത്താണ്. എന്നാൽ ഈ 15-ന് ഒരു ബറാത്ത് നോമ്പ് എന്ന നോമ്പ് നോറ്റാലോ അത് ബിദ്അത്താണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു രാവിലെ 3 യാസീൻ ഓതിയാൽ ആയുസ്സിൽ വർധനവുണ്ടാവും, റിസ്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അതും ബിദ്അത്താണ്. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് റസൂൽ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക, പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ തള്ളിക്കളയുക.